മിഡി രണ്ടിലും ഇന്നത്തെ എപ്പിസോഡിൽ ലച്ചുവിനെ അന്വേഷിച്ച് സഞ്ജു ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷേ സഞ്ജുവിനെ കാണുമ്പോഴൊക്കെ ലച്ചു അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അതേസമയം ജോലി അന്വേഷിച്ച് നടക്കുന്ന ലച്ചു ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തുകയാണ്. അവിടെ മാനേജറോട് ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ലച്ചു അന്വേഷിക്കുന്നുണ്ട്. അതേസമയം അവിടേക്കാണ് സ്വാതി സഞ്ജുവിനെ വിളിച്ചു വരുത്തുന്നത്. തൻ്റെ BBAയുടെ റിസൾട്ട് അറിഞ്ഞു ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട്. അന്നേരം അവർ രണ്ടുപേരും കൂടി ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്താണ് ലച്ചു അവിടേക്ക് ജോലി അന്വേഷിച്ച് വരുന്നത്. തുടർന്ന് മാനേജർ ലച്ചുവിനോട് അകത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നുണ്ട്. അതേസമയം ലച്ചു കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് സ്വാതിയും സഞ്ജുവും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കാണുകയാണ്. രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി ഇരുന്ന് സംസാരിക്കുന്നതും സഞ്ജു സ്വാതിയുടെ വായിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നതും ഒക്കെ കണ്ട് ആകെ അങ്ങ് ഞെട്ടുകയാണ് ലച്ചു. അതൊക്കെ കണ്ട് സങ്കടപ്പെടുന്ന ലച്ചു എന്നാലും സഞ്ജുവിൻ്റെ സന്തോഷത്തിന് വേണ്ടി അവരുടെ മുമ്പിലേക്ക് ചെല്ലാതെ അങ്ങ് കിച്ചണിലേക്ക് കയറി പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശിയോട് ദേഷ്യപ്പെടുകയാണ് ആനന്ദവല്ലി. ലച്ചുവിനെ ഫോൺ വിളിച്ച് കിട്ടാത്തതിനാൽ കുഞ്ഞൂട്ടൻ സഞ്ജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അന്നേരവും ആനന്ദവല്ലി കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങളായിട്ട് തന്നെയാണ് അവളുടെ ജീവിതം നശിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ്. ആദ്യം സഞ്ജുവിൻ്റെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ആരും എടുക്കുന്നില്ല. അന്നേരം സഞ്ജു വാഷ്റൂമിലെങ്ങാണ്ട് പോയിരുന്നു. തുടർന്ന് തുടരെ ഫോൺ അടിക്കുമ്പോൾ സ്വാതി കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അന്നേരം ഫോണിൽ സ്വാതി ഹലോ എന്ന് വയ്ക്കുമ്പോൾ കുഞ്ഞൂട്ടൻ ചോദിക്കുന്നു, ലച്ചു മോളെ നിനക്ക് സുഖമാണോ എന്ന്. അന്നേരം ലച്ചുവോ എന്ന് സ്വാതി ചോദിക്കുന്നുണ്ട്. എന്നാൽ കോള് കിട്ടിയ സന്തോഷത്തിൽ അത് ലച്ചുവാണോ അല്ലയോ എന്നൊന്നും അറിയാതെ കുഞ്ഞൂട്ടനങ്ങ് വാതോരാതെ സംസാരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു പോയിട്ട് മോൾ ഇങ്ങോട്ടൊന്നും വിളിച്ചില്ലല്ലോ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ എന്നൊക്കെ കുഞ്ഞൂട്ടൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട് ഒന്നും മനസ്സിലാകാതെ തന്നെ ഫോൺ പിടിച്ചിരിക്കുകയാണ് സ്വാതി. തുടർന്ന് കാണിക്കുന്നത് രാത്രി ഒരു ഇടവഴിയിലൂടെ വേഗം തൂക്കി നടന്നു പോവുകയാണ് ലച്ചു. അതേസമയത്താണ് പുറകിൽ നിന്ന് ദിനേശൻ വരുന്നത്. പന്തിയല്ല എന്ന് തോന്നിയ ലച്ചു മുന്നോട്ട് നടക്കുന്നുണ്ട്. തുടർന്ന് ദിനേശൻ ഒരു മരക്കമ്പ് കൊണ്ട് ലച്ചുവിൻ്റെ തലയിലേക്ക് അടിക്കുകയാണ്. അന്നേരം ബോധം കെട്ട് ചോര വാർന്ന ലച്ചു അങ്ങ് റോഡിലേക്ക് വീഴുന്നുണ്ട്. അതേസമയം ബാഗ് എടുക്കുകയാണ് ദിനേശൻ. തുടർന്ന് ബാഗിൽ നിന്നും ആഭരണത്തിൻ്റെ പെട്ടി കാണുമ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ കത്തിച്ച ശേഷം ലച്ചുവിൻ്റെ ബാഗും ആ തുണികളും എല്ലാം അങ്ങ് കത്തിച്ച് ബോക്സും ഒക്കെ കത്തിച്ച ശേഷം സ്വർണം മാത്രം കയ്യിലെടുക്കുന്നുണ്ട് ദിനേശൻ. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ദിനേശൻ പറയുകയാണ് ഇത് വിധിച്ചതേ ദിനേശനാണെന്ന്. തുടർന്ന് കാണിക്കുന്നത് സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് രാജു വന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പറയുകയാണ് ഒരു പെങ്കൊച്ചിനെ ആരോ കൊന്ന് ബീച്ചിലിട്ടേക്കുന്നുവെന്ന്. അത് കേട്ട് വല്ലാതെ അപ്സെറ്റ് ആവുകയാണ് സഞ്ജു. ഇനി അത് ലച്ചുവാണോ എന്നൊക്കെ സഞ്ജു ചിന്തിക്കുന്നുണ്ട്. അന്നേരം രാജു ശ്രീദേവിയോടും ബാക്കി എല്ലാവരോടുമായി പറയുകയാണ് മോഹിപ്പിച്ച് കൊണ്ടുവന്ന് ചതിച്ചു കൊന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നതെന്ന്. തുടർന്ന് അതാരാണെന്ന് അറിയാനായിട്ട് ബീച്ചിലേക്ക് വണ്ടിയുമെടുത്ത് പോവുകയാണ് സഞ്ജു. രാജു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കവിത ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുന്നുണ്ട്. അതേസമയം ബീച്ചിലേക്ക് എത്തുന്ന സഞ്ജു ആളുകളൊക്കെ കൂടി നിൽക്കുന്നത് കണ്ട് ആളെയൊക്കെ തള്ളി മാറ്റി അതിന് ലച്ചുവാണോ എന്നറിയാനായിട്ട് ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തുകയാണ്. തുടർന്ന് ആ ബോഡി കാണുമ്പോൾ അത് ലച്ചുവല്ല എന്നറിയുന്ന സഞ്ജു ആകെ അങ്ങ് ആശ്വസിക്കുകയാണ്. അതിനുശേഷം തിരികെ കാറിൻ്റെ അടുത്തേക്ക് വന്ന സഞ്ജു വല്ലാതെ അങ്ങ് തറയിലിരുന്ന് തന്നെ ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. ലച്ചുവിനെ കണ്ടെത്താൻ പറ്റാത്ത സങ്കടത്തിലും മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തിരുന്നു സഞ്ജു ലച്ചുവിനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാം, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ കുഞ്ഞൂട്ടൻ പറഞ്ഞ വാക്കുകളൊക്കെ അന്നേരവും സഞ്ജു ഓർക്കുന്നുണ്ട്. ഇനി അടിയേറ്റു വീണ ലച്ചുവിന് എന്തെങ്കിലും സംഭവിച്ചോ, ആരവളെ രക്ഷിച്ചു കാണും എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് വരും എപ്പിസോഡുകൾക്കായി കാണാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്